പണ്ട് ആദിത്യൻ എന്നൊരു യുവ യോദ്ധാവുണ്ടായിരുന്നു. തന്റെ ശക്തിയിൽ അഹങ്കാരിയായിരുന്ന അവൻ ലോകത്ത് തന്നെക്കാൾ വലിയൊരു പോരാളിയില്ലെന്ന് വിശ്വസിച്ചു. ഒരു ദിവസം നരസിംഹമൂർത്തിയുടെ കാലടിപ്പാടുകൾ പതിഞ്ഞ ഒരു നിഗൂഢ വനത്തെക്കുറിച്ച് അവൻ കേട്ടു. ആ വനത്തിൽ ഒരു രാത്രി തങ്ങുന്നവർക്ക് ഭഗവാന്റെ ഒരു നിമിഷത്തെ കോപം അനുഭവിക്കാൻ കഴിയുമെന്ന് ഒരു ജ്ഞാനിയായ മുനി അവനോട് പറഞ്ഞു. അത് താങ്ങാൻ നിനക്ക് കഴിയില്ല കുമാരാ, മുനി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആദിത്യൻ അത് പുച്ഛിച്ചു തള്ളി. അന്നു രാത്രി ആദിത്യൻ ആ നിഗൂഢ വനത്തിലേക്ക് പ്രവേശിച്ചു. നിലാവിന്റെ വെളിച്ചത്തിൽ നിലത്ത് ആഴത്തിൽ പതിഞ്ഞ 2 വലിയ കാൽപ്പാടുകൾ അവൻ കണ്ടു. അതിൽ നിന്നും ഒരു ദിവ്യമായ ഊർജം പ്രവഹിക്കുന്നുണ്ടായിരുന്നു. അർദ്ധരാത്രി ആയപ്പോൾ ആ കാൽപ്പാടുകളിൽ നിന്ന് ഒരു തീവ്രമായ പ്രകാശം പുറപ്പെട്ടു. ആദിത്യന്റെ ശരീരത്തിലൂടെ ഒരു ഞെട്ടൽ പാഞ്ഞുപോയി. പ്രപഞ്ചങ്ങളെ വിറപ്പിക്കുന്ന ഭഗവാന്റെ കോപത്തിന്റെ ഒരു കണിക അവൻ അനുഭവിച്ചു. അവന്റെ അഹങ്കാരം ഒരു നിമിഷം കൊണ്ട് ഉരുകിപ്പോയി. ആ അനുഭവം അവനെ മാറ്റിമറിച്ചു. തന്റെ ശക്തി ദൈവിക ശക്തിക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. സൂര്യൻ ഉദിച്ചപ്പോൾ ആദിത്യൻ പുതിയൊരു മനുഷ്യനായി ആ വനത്തിൽ നിന്ന് പുറത്തു വന്നു. വിനയവും ജ്ഞാനവുമുള്ള ഒരു യോദ്ധാവ്. യഥാർത്ഥ ശക്തി അഹങ്കാരത്തിലല്ല, വിനയത്തിലാണെന്ന് അവൻ പഠിച്ചു. ദൈവികമായ അനുഗ്രഹത്തിന് മുന്നിൽ സ്വയം സമർപ്പിക്കുന്നതിലാണ് ഏറ്റവും വലിയ ധൈര്യമെന്ന് ആദിത്യൻ ലോകത്തെ പഠിപ്പിച്ചു.